സുപ്രധാനമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വീട് ഈടാക്കിയുള്ള വായ്പകളിൽ വീട് ജപ്തി ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. അവരെ വഴിയാധാരമാക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. ഇത് കർശനമായി പാലിക്കാൻ സഹകരണ മേഖലയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, സുപ്രധാനമായ ഒരു നിർദ്ദേശം തന്നെയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടതാണ്, പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, നിസ്സഹായരായി നമ്മുടെ ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ വീട് ജപ്തി ചെയ്യാൻ എത്തുമ്പോൾ. ഈ നിർദ്ദേശം എപ്പോൾ മുതൽ നടപ്പിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, ഈ സഹകരണ മേഖലയിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. നേരത്തെ തന്നെ സഹകരണ മേഖലയിൽ ഉള്ള ബാങ്കുകൾ ഈ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനി കർശനമായി നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വീട് ജാമ്യം നൽകിയിട്ടുള്ള വായ്പകളിൽ ആ വീടുകൾ ജപ്തി ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ ജീവിക്കാനുള്ള അവകാശം ആ വീട്ടുകാർക്കുണ്ട്. അത് കർശനമായി പാലിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അക്കാര്യത്തിൽ സഹകരണ മേഖല ഒരു മാതൃക സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ താമസിക്കാനുള്ള ആളുകളുടെ അവകാശത്തെ ഹനിക്കാൻ കഴിയില്ല, അവരെ വഴിയാധാരമാക്കുന്ന നില സ്വീകരിക്കരുതെന്ന നിലപാട് സഹകരണ മേഖല എടുക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ മാതൃക സഹകരണ മേഖലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ വീട് ജപ്തിയായിട്ടുള്ള വായ്പകളിലൊക്കെ അത് ജപ്തി ചെയ്യാനുള്ള അനുവാദം നൽകുന്ന സർഫ്രാസി ആക്ടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അത് എന്തായാലും മറ്റ് ബാങ്കുകളിൽ, സഹകരണ മേഖലയല്ലാത്ത ബാങ്കുകളിലൊക്കെ ആ നിയമം മൂലമാണ് ഇപ്പോൾ വീടുകൾ ജപ്തി ചെയ്യാനുള്ള അവകാശം ഈ ബാങ്കുകൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം നിലവിൽ ഉണ്ട്. സർക്കാരിൻ്റെ നിലപാടും അത്തരത്തിൽ വീടുകൾ ജപ്തി ചെയ്യുന്ന സമീപനത്തിലേക്ക് പോകരുതെന്നാണ്. പക്ഷേ സഹകരണ ബാങ്കുകളിൽ അല്ലാത്ത ബാങ്കുകളിലും അങ്ങനെ തീരുമാനമെടുക്കാൻ സർക്കാരിന് പരിമിതിയുണ്ട്. സർക്കാരിന് അത്തരത്തിൽ ഇടപെടാനുള്ള സാഹചര്യം നിലവിലില്ല. പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഏക ഇടമെന്ന് പറയുന്നത് സഹകരണ മേഖലയാണ്. ആ ഇടത്ത് സംസ്ഥാന സർക്കാർ കൃത്യമായി അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതായത് സഹകരണ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന ജപ്തി വായ്പകളിൽ ഏതെങ്കിലും വീടുകൾ ജപ്തി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാ സഹകരണ ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കർശനമായി പാലിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി സഹകരണ മേഖലയിൽ വീടുകൾ ജപ്തി ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട് ഈടാക്കിയുള്ള വായ്പകളിൽ വീട് ജപ്തി ചെയ്യരുത്, അവരെ വഴിയാധാരമാക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ.